ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കുറച്ച് രീതിക്ക് കമൻസ് ഞാൻ കണ്ടിട്ടുള്ളൊരു കേസാണ്, കുറച്ച് നെഗറ്റീവ് കമൻസ് കണ്ടിട്ടുള്ളൊരു കേസാണ്. AMT വാഹനങ്ങൾ അല്ലെങ്കിൽ AGS വാഹനം ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ജെർക്കിംഗ് ആണ്. ഒരു വ്യക്തിയാണ് മെയിനായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് AMT വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു AGS വാഹനം, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു AGS വാഹനത്തിലാണ്. ഈ AGS വാഹനത്തിന് ജെർക്കിംഗ് കൂടുതലുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാനിപ്പം ഡി മോഡ്, അതായത് ഡ്രൈവ് മോഡിലാണ് ഓടിക്കുന്നത്, മാനുവൽ മോഡിലല്ല. റിവേഴ്സ് ഇട്ടു നമ്മൾ നേരെ പോവാണ്. ഒരു ജെർക്കിംഗ് എങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമായിരിക്കും. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഓട്ടോമാറ്റിക് മോഡ്, അതായത് ഓട്ടോമേറ്റഡ് മോഡിൽ മാത്രം, ഡി മോഡിലാണ് ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വാഹനം കുലുങ്ങുന്നത് ഈ ചാട്ടം ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ വേറെ കുഴപ്പമില്ല. ഞാനിപ്പോൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുകയാണ്. അതായത് AGS വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ AMT വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു സംശയം നമുക്ക് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഓരോ ഗിയർ, ഇനിയിപ്പം തേർഡ് ഗിയറിലോട്ട് മാറുകയാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. കുഴപ്പമില്ല, ആരോഗ്യകാലത്തിലെന്ന് വിശ്വസിക്കുന്നു. തേർഡ് ഗിയർ മാറി. പക്ഷേ ഞാൻ സത്യം പറഞ്ഞ് ഈ വാഹനത്തിൽ ഗിയർ മാറുന്ന അറിയുന്ന പോലുമില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക്, അതായത് ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും, റോഡിൻ്റെ ഒരു ഷേക്കിംഗ് അല്ലാതെ ഗിയർ മാറുന്ന നമ്മൾ അറിയത്ത് പോലുമില്ല. ഒരു ഗിയർ ചേഞ്ച് പോലും നമ്മളിതിനകത്ത് അനുഭവിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. തേർഡ് ഗിയറായി. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം, ഓരോ ഗിയേഴ്സ് മാറുന്നത്. ഫോർത്ത് ഗിയറായി. ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഇതിനകത്ത്, അല്ലെങ്കിൽ ഞാൻ ആ വായിച്ച കമൻറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഓരോ ഗിയേഴ്സ് മാറുമ്പോൾ നമ്മളെ എടുത്തിട്ട് ഒലയ്ക്കും എന്നാണ്. ഒരു ജെർക്കിങ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ റിപ്ലൈ കൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു. 2014 ആദ്യം ഈ മോഡൽ ഇറങ്ങിയ സമയത്ത്, അതായത് AMT എന്ന് പറയുന്നൊരു മോഡൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ജെർക്കിങ്ങിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ, കാരണം അന്ന് ക്ലച്ചിൻ്റെ പ്ലേ സെറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും അത്രയും ഫെമിലിയർ ആയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പം കാലം മാറി, ടെക്നോളജീസ് മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം, അതായത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ വന്നിരിക്കുന്ന മാറ്റം ശരിക്കും വലുതാണ്. കാരണം DCT ഗിയർ ബോക്സൊക്കെ ശരിക്കും വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു CVT നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടറൊക്കെ നോക്കുകയാണെങ്കിൽ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈ എൻഡ് അല്ലെങ്കിൽ കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ, ഒരു AMT അല്ലെങ്കിൽ AGS എന്ന് പറയുന്ന സാധാരണ വ്യക്തികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. ഇതിനകത്ത് തന്നെ നമുക്കിപ്പം ഞാൻ ഓടിക്കുന്ന ഫോർത്ത് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ പോലും ഗിയർ ചേഞ്ച് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. സഡൻ ബ്രേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ സഡനായിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ആവുക, അല്ലെങ്കിൽ നമുക്കിപ്പം സഡനായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും തന്നെ പെഡൽ, അതായത് ആക്സിലറേറ്റർ പെഡൽ പെട്ടെന്നൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫുള്ളായിട്ടൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈ വാഹനത്തിൻ്റെ സ്പീഡ് പിക്കപ്പ് ചെയ്ത് കയറി വരുന്നത് വേറെ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഹനം നോർമലായിട്ട് ഒരു ജെർക്കിങ് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഗിയർ മാറുന്നത് നമ്മൾ അറിയത്തില്ല. പിന്നെ നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ സഡനായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഡൗൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മാത്രം ചെറുതായിട്ട് ആ സ്പീഡൊന്ന് വേരിയേഷനിൽ വരുന്ന ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ ജെർക്കിങ് അല്ലാതെ, അതിപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു CVT ഓടിക്കുകയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. DCT ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതല്ലാതെ ഒരു ജെർക്കിങ്ങിൻ്റെ പ്രോബ്ലം ഒരു കാരണവശാലും ഈ വാഹനത്തിൽ വരുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ 100% വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇങ്ങനൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഷോറൂമിൽ ചെല്ലുക, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ വാഹനത്തിന് എന്തെങ്കിലും ജെർക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും, എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തേക്കാം. ഇൻ കേസ് ഇനിയിപ്പം ഈ ഒരു AGSൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം, അല്ലെങ്കിൽ AMTയുടെ ഒരു പ്രത്യേകതയും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിപ്പം നോർമൽ രീതിക്ക് പോകുന്ന സമയത്തൊന്ന് മാനുവൽ ഓടിക്കണം എന്ന് തോന്നുകയാണ്. നേരെ മാനുവലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മാനുവലിൽ സെക്കൻഡ് ഗിയറിലോട്ട് തന്നെ കൺവേർട്ട് ആയി. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നി ഇത് മാനുവലാണോ? മാനുവൽ തന്നെയാണ്, പക്ഷേ ഡൗൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തോളും. അപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സെക്കൻഡ് ഗിയറിൽ തന്നെ ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് എത്ര സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് ഗിയറിലേ പോകത്തുള്ളൂ. ഞാൻ തേർഡിലോട്ട് മാറ്റുന്നത് വരെ, ഇപ്പോൾ തേർഡ് ഗിയറായി, അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യും, മാനുവലിലോട്ട് ഓടിക്കാൻ സാധിക്കും. പക്ഷേ ശരിക്കും മാനുവൽ ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും മാനുവൽ അല്ല. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നടക്കും നമ്മൾ മാനുവൽ ഇട്ട് കഴിഞ്ഞാലും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറായി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ, കറക്റ്റ് ഫസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കണം. ഞാൻ വിചാരിച്ചാൽ മാത്രം ഈ വാഹനം ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലോട്ട് പോകത്തുള്ളൂ. അതും ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ടിരിക്കുക.